രാജ്യം കാത്തിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ 121 നിയമസഭാ മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. തലസ്ഥാന ജില്ലയായ പട്ന അടക്കമുള്ള മണ്ഡലങ്ങളിൽ പൊട്ടിപ്പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. RJDയും JDUവും നേർക്കുനേർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ മിക്ക മണ്ഡലങ്ങളിലെയും മത്സരം. തെരഞ്ഞെടുപ്പ് കളത്തെ ചൂടുപിടിപ്പിച്ച് NDA മഹാസഖ്യ നേതാക്കൾ തമ്മിൽ വാശിയേറിയ വാദപ്രതിവാദങ്ങൾ ഇന്നും അരങ്ങേറി. ആദ്യഘട്ടം എന്താകുമെന്ന സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. RDX റാം. ആകെ 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ പട്ന, നളന്ദ, ഭോജ്പൂർ, ബക്സർ, കൈമൂർ, റോഹ്താസ് അടക്കമുള്ള 18 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിലെ 121 സീറ്റുകൾ. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് പോളിംഗ്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ 500-ലധികം കമ്പനി കേന്ദ്ര സേനയെയാണ് ബീഹാറിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ ഫൈനൽ ഫിനിഷിൽ മഹാസഖ്യത്തിന്റെയും NDAയുടെയും പ്രധാന നേതാക്കൾ കളം നിറഞ്ഞു. NDA ക്യാമ്പിൽ നിന്ന് അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. മേരാ ബൂത്ത് സബ്സെ മജ്ബൂത്ത് പരിപാടിയിൽ NDA വനിതാ പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധി ഇതുവരെ 3 റാലികൾ നയിച്ചു. മല്ലികാർജ്ജുൻ ഖർഗെയും തേജസ്വി യാദവും വിവിധയിടങ്ങളിൽ പ്രചരണം നയിച്ചു. നവംബർ 11-നാണ് ബീഹാറിൽ അവശേഷിക്കുന്ന 122 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട പോളിംഗ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. RDX റാപ്പ് ന്യൂസ് മലയാളം. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 സീറ്റുകൾ മഹാസഖ്യത്തിന് പ്രധാനമാണ്. JDUവും RJDയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകളിലാണ് മത്സരം. 2020-ൽ ഈ സീറ്റുകളിൽ മുന്നേറിയത് RJDയാണ്. മഹാസഖ്യം 61 സീറ്റുകൾ നേടി. തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂർ മണ്ഡലവും ആദ്യഘട്ടത്തിൽ ആണ്. ആദ്യഘട്ടത്തിൽ അവസാന ദിവസം സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് വാഗ്ദാന പെരുമഴയായിരുന്നു. അധികാരത്തിലെത്തിയാൽ മൈ ബഹിൻ മാൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് 30,000 രൂപ നൽകും എന്നാണ് തേജസ്വി പറഞ്ഞത്. നെല്ലിനും ഗോതമ്പിനും താങ്ങുവിലയ്ക്ക് പുറമെ അധിക തുക നൽകുമെന്നുമാണ് വാഗ്ദാനം. ലഖ്പതി ദീദി പദ്ധതിയിലൂടെ ബീഹാറിലെ സ്ത്രീകൾക്ക് സുവർണകാലം വരുമെന്നാണ് NDAയുടെ വാഗ്ദാനം. കേന്ദ്രമന്ത്രി ലാലൻ സിംഗ് മൊക്കാമ മണ്ഡലത്തിലെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി എന്നാണ് RJDയുടെ ആരോപണം. പ്രതിപക്ഷത്തെ ചിലരെ തടയണമെന്ന് ലാലൻ സിംഗ് ആഹ്വാനം ചെയ്യുന്ന വീഡിയോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മഹാസഖ്യം. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിക്കെതിരെ കമ്മീഷൻ കേസെടുത്തിട്ടുമുണ്ട്. NDA സഖ്യത്തിന് തുടർഭരണമാണ് പ്രവചിക്കുന്നത് ദൈനിക് ഭാസ്കർ ദിനപത്രം. 153 മുതൽ 160 സീറ്റ് വരെ നേടി NDA അധികാരം തുടരും എന്നാണ് ദൈനിക് ഭാസ്കർ പറയുന്നത്. തേജസ്വി രാഹുൽ ദ്വയത്തിന്റെ വാഗ്ദാനങ്ങൾ വോട്ടാകില്ല എന്നാണ് അഭിപ്രായ സർവേ. നിതീഷ് മോദി സഖ്യത്തിന്റെ പ്രചാരണത്തിന് വോട്ട് വീഴും എന്നുമാണ് സർവേ ഫലം. ഇപ്പോൾ ആദ്യഘട്ടം വളരെ നിർണായകമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ പറയുന്നത് ആദ്യഘട്ടത്തിൽ മുന്നേറുന്ന ആളുകൾ തീർച്ചയായും ഭരണം കൊണ്ടുവരും എന്നാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവിടെ വന്നത് RJD ആണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട്. എന്താ തോന്നുന്നു? തീർച്ചയായും ആദ്യഘട്ടം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ തവണ 75 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെങ്കിൽ പോലും RJDക്ക് ഭരണത്തിലെത്താൻ സാധിച്ചില്ല. രാഷ്ട്രീയം മാറി വന്നു. കോൺഗ്രസ് അവിടെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ടു. ഇവിടെ ആദ്യത്തെ ഘട്ടത്തിൽ തേജസ്വി യാദവ് മത്സരിക്കുന്ന ഒരു മണ്ഡലം രാഘോപൂർ ആണ്. അലിനഗർ ഉണ്ട്, ഗോപാൽഗഞ്ച് ഉണ്ട്, തരപ്പൂർ എന്നീ ഞാനീ പറയുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തന്നെ പല മേഖലകളുടെയും പ്രത്യേകിച്ച് 18 ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്ന 121 സീറ്റുകളിൽ. ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ മറ്റു മണ്ഡലങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള മണ്ഡലങ്ങളാണ്. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആ മേഖലയുടെ ആകെ രാഷ്ട്രീയം രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മണ്ഡലങ്ങൾ, അലിനഗർ പോലുള്ള ന്യൂനപക്ഷ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത് BJP ആയിരുന്നു. അതിന് തൊട്ടടുത്തുള്ള ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് RJDയുടെ സിറ്റിംഗ് സീറ്റ് BJP അവിടെ പിടിച്ചെടുക്കുകയോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറി മാറി വന്ന ഒരു രാഷ്ട്രീയമുണ്ട്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അവിടെ ആ സീറ്റുകളിലേക്ക് എത്രത്തോളം മഹാസഖ്യത്തിന് കടന്നു കയറാനാകും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഹർഷൻ, ഈ 121 സീറ്റുകളിൽ നിലവിൽ 61 സീറ്റുകൾ കൈവശം വെച്ചിരിക്കുന്നത് RJD ആണ്. അപ്പോൾ RJDയെ സംബന്ധിച്ച് അതായത് 75 സീറ്റുകളിൽ അവരുടെ 61 സീറ്റും ലഭിച്ചിരിക്കുന്നത് ഘട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒന്നാം ഘട്ടം പ്രധാനമായി മാറുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തുകയാണല്ലോ. പരസ്യപ്രചാരണം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. അക്ഷരാർത്ഥത്തിൽ ബീഹാറിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കക്ഷി ജയിച്ചാൽ അവർ വാഗ്ദാനം നൽകുന്ന ഒരു 100% കാര്യം നടപ്പിലാക്കിയാൽ തന്നെ ബീഹാർ
ലോകത്തിലെ ഏറ്റവും നല്ല സംസ്ഥാനമായി അല്ലെങ്കിൽ ഒരു നാടായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം വാഗ്ദാനങ്ങളാണ് ആ നാട്ടിൽ NDAയും മഹാസഖ്യവും ഒക്കെ നൽകിയിട്ടുള്ളത്. വാഗ്ദാന പെരുമഴയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയുള്ള ചെറുപ്പക്കാർക്ക് മാന്യമായി ജീവിക്കാനുള്ള ജോലി മുംബൈയിലോ ബോംബെയിലോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലോ ഒന്നും വന്ന് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകാത്ത വിധത്തിൽ അവിടെ ജോലിയും ഒരു മാന്യമായ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വേതനവും ഉറപ്പാക്കിയാൽ തന്നെ ആ നാട് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആർക്ക് ചെയ്യാനാകും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ വളരെ കൃത്യമായി ഉന്നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ആദ്യഘട്ടം മാറുകയാണല്ലോ. മാത്രമല്ല രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് BJPയുടെ പ്രത്യേകിച്ച് NDA നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വർഗീയ വിഭജന പരാമർശങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നത് മാത്രമല്ല, ഈ അവസാന ഘട്ടത്തിൽ അഭിപ്രായ സർവേകളാണ്. പ്രീപോൾ സർവേകൾക്കൊന്നും നിയമപരമായ സാധ്യതയില്ല. അതുകൊണ്ട് അഭിപ്രായ സർവേകളിൽ എല്ലാം പറയുന്നത് NDA സഖ്യം അധികാരത്തിൽ തുടരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവചനം വരുന്നത് ഏതെല്ലാം തരത്തിൽ അവർക്ക് ഉപകാരകരമാകും എന്നുള്ള ചോദ്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലൊന്നും നടപടി എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള മഹാസഖ്യത്തിൻ്റെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആകുമോ എന്ന സംശയം കൂടിയുണ്ട്. തീർച്ചയായും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 14 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട്. ഈ പുതിയ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശകരമായ ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് മഹാസഖ്യമാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ട് നേതാക്കന്മാരിങ്ങനെ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചിറങ്ങി ഈ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്നത് നിങ്ങൾ ചതിക്കപ്പെടുന്നു എന്നുള്ള ഒരു അറിവ് അവർക്ക് കൊടുത്താൽ സ്വാഭാവികമായും അതിൽ ഒന്ന് കൊലുങ്ങും. ആ ഒരു ആരോപണം ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള തുടർച്ചയായ ആ ആരോപണം ഈ പുതുതലമുറ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ദൈനിക് ഭാസ്കറിൻ്റെ ഇന്നത്തെ സർവേ ഫലം വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഏതാണ്ട് 78 സീറ്റ് വരെ ഈ ആദ്യഘട്ടത്തിൽ BJP NDA സഖ്യത്തിന്, അതായത് NDA സഖ്യത്തിന് നേടാൻ കഴിയും എന്ന് പറയുന്നു. അങ്ങനെ അവർ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ആദ്യഘട്ടത്തിൽ കാണുന്നത്. ആ സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CM കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഫേവറേറ്റ് ആരാണ്? അത് തേജസ്വി യാദവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടുന്ന് വരുന്നതാണ് ആ ഒരു കണ്ടെത്തൽ. അത് തീർച്ചയായും ഈ യുവ വോട്ടർമാരും പുതിയ വോട്ടർമാരും ഒക്കെയാണ് ആ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രവചിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക്. മാത്രമല്ല ഈ ദൈനിക് ഭാസ്കറിൻ്റെയൊക്കെ സർവേ വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ വോട്ട് ചോർച്ചയുണ്ടാവും. ഈ മറ്റു പാർട്ടികൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ നിലയ്ക്ക് ചില വോട്ട് ചോർച്ചയൊക്കെ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാവുന്ന അവസ്ഥ തന്നെയാണ് RJDക്കും അവർ പറയുന്നത്, അല്ലെങ്കിൽ ഈ മഹാസഖ്യത്തിനും അവർ പറയുന്നത്. ഈ പരസ്പരമുള്ള സൗഹൃദ മത്സരങ്ങളൊക്കെ കൊണ്ട് കുറേ കുഴപ്പമുണ്ടാക്കി വെക്കും എന്നുള്ളത് ഒഴിച്ചാൽ തൽക്കാലം പിടിച്ചു നിൽക്കാവുന്ന, കഴിഞ്ഞ തവണ അത്ര മോശം അവസ്ഥയൊന്നും ആയിരുന്നില്ലല്ലോ RJDക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ആ നിലയ്ക്ക് പിടിച്ചു നിൽക്കാവുന്ന അവസ്ഥയുണ്ടെന്ന് പറയുകയും ഈ സർവേ അങ്ങനെ പറയുകയും ഒപ്പം തേജസ്വിയാണ് CM കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഫേവറേറ്റ് എന്നുള്ള കാര്യം കൂടി പറയുകയും ചെയ്യുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ള തോന്നലിലേക്ക് ഞാൻ എത്തുന്നത്. എന്തായാലും 75 ലക്ഷം വോട്ടർമാരാണ് ബീഹാറിന് പുറത്ത് പണിയെടുക്കുന്നവർ. അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുങ്ങുന്നു, അവർക്കിവിടെ തൊഴിലുണ്ട് എന്നുമുള്ള വാഗ്ദാനം ആര് നൽകുന്ന വാഗ്ദാനം? രണ്ടു കൂട്ടരും പറഞ്ഞിട്ടുണ്ട്, കോടികളുടെ തൊഴിലാണ് രണ്ടു കൂട്ടരും വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ആരെ വിശ്വസിക്കണമെന്ന് ഇനി തീരുമാനിക്കുന്നത് 15 വർഷം ഈ പണിയെടുത്തിട്ടും ഈ തൊഴിൽ നൽകാത്തവരെ വിശ്വസിക്കണോ, അതോ ഇനി പുതുതായി ഒരു പരീക്ഷണത്തിന് മുതിരണോ എന്ന് പാവപ്പെട്ട ബീഹാറുകാരൻ തീരുമാനിക്കുന്നിടത്തിരിക്കും ഇതിൻ്റെ ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഉറപ്പായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ താപമാപിനിയാണ് ബീഹാർ. ബീഹാറിലെ ചലനങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്ഥാനമാണുള്ളത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരു കാലത്ത് ഉഴുതുമറിച്ച മണ്ണിലെ പോരാട്ടം ഇക്കുറി പ്രവചനാതീതമാണ്. NDAയുടെ ഭരണ തുടർച്ചയോ മഹാസഖ്യത്തിൻ്റെ തിരിച്ചുവരവോ രണ്ട് മുന്നണികൾക്കും കനത്ത വെല്ലുവിളി ഉയർത്താനാണ് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിയും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ മനസ്സ്. തോൽവി നേരിടാൻ നരേന്ദ്രമോദിയുടെയും BJPയുടെയും പ്രതാപത്തിന് മങ്ങലേൽക്കും തോൽവി നേരിട്ടാൽ. ഒപ്പം 2 പതിറ്റാണ്ട് ബീഹാറിനെ നയിച്ച നിതീഷ് കുമാറിനെ മൂലയ്ക്ക് നിർത്തിയെന്ന പേരുദോഷവും BJPയുടെ ചുമലിലാകും. മറുവശത്ത് തേജസ്വിയുടെ യുവത്വവും തൊഴിലില്ലായ്മയടക്കമുള്ള ജീവിത പ്രശ്നങ്ങളും വോട്ടുപെട്ടി നിറയ്ക്കുമെന്നാണ് പ്രതിപക്ഷ മുന്നണിയുടെ കണക്കുകൂട്ടൽ. പ്രകടന പത്രികയിലെ വാഗ്ദാന പെരുമഴകൾ ആരെ തുടയ്ക്കുമെന്ന് അറിയാൻ ഈ മാസം 14 വരെ നമുക്ക് കാത്തിരിക്കണം. അടുത്ത വിഷയത്തിലേക്ക്.